എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വ്യത്യസ്തതയുള്ള ഒരു വീഡിയോ ആണ്. പന കുറുക്കുന്നത് എങ്ങനെയെന്ന്. എൻ്റെ പുറകെ നിൽക്കുന്ന പന കണ്ടല്ലോ, ഇതാണ് കൊടപ്പന, അല്ലെങ്കിൽ നമ്മളിവിടെ ഓലയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പനയാണ്. നമ്മൾ മുമ്പ് കഴിഞ്ഞൊരു വീഡിയോയിൽ കള്ളി ചെത്തുന്നത് കണ്ടായിരുന്നു. അതിന് ചൂണ്ടപ്പന നമ്മുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ ഈ കൊടപ്പന നമ്മുടെ കാരണന്മാരൊക്കെ പണ്ട്, നിങ്ങൾ കുറച്ച് പേരെ കഴിച്ചിട്ടുണ്ടായിരിക്കും, എന്നാലും ഒത്തിരി പേർക്ക് അറിയത്തൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു പഴയ ഭക്ഷണമാണ് ഈ പന ഇടിച്ച് അതിൻ്റെ പൊടിയെടുത്ത് അടയുണ്ടാക്കാം, അല്ലെങ്കിൽ സ്വീറ്റ്സ് ഉണ്ടാക്കാം. പണ്ട് കാലത്ത് ഉള്ളവർ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊടുത്ത സാധനമാണ് പന കുറുക്കിയതെന്ന് പറയും. അത് ഈ പന ഇടിച്ച് പൊടിച്ച് ഇച്ചിരി നല്ല പണിയുള്ള കേസാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ, എങ്ങനെയുണ്ട് സംഭവം നോക്കാം. പിന്നെ ഈ പണ്ടുള്ള കാരണന്മാരൊക്കെ പറയും, ഇപ്പോൾ പഴയ ആൾക്കാരെക്കുറിച്ച്, പണ്ടുള്ള കാരണന്മാരെക്കുറിച്ചൊക്കെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നേക്കാം. ഇങ്ങനെ പറയും, എന്താ പഴയ ആൾക്കാർ പന കുറുക്കിയതൊക്കെ തിന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ട് അവർക്ക് ഭയങ്കര ആരോഗ്യമായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഈ സംഭവം ചെയ്യുമ്പോൾ നമുക്കറിയാം, പന കുറുക്കിയത് തിന്നണമെങ്കിൽ നല്ല പണിയുണ്ട്. ഇത് കൂടി മുട്ടൻ പാന വെട്ടിച്ചാടിച്ച് അത് പൊട്ടിച്ച് അതിൻ്റെ അകത്തെ ചോറെടുത്ത് ഇടിച്ച് അത് പൊടിയാക്കി, അത് ഈ ഫൈബറിൻ്റെ അകത്ത് ചെറിയ തരിയായിട്ടുള്ള പൊടി നമ്മൾ ഇടിച്ച് അത് പലവട്ടം ഊറ്റിയെടുത്ത് 3-4 ദിവസമൊക്കെ ഊറ്റണം. അങ്ങനെ ഊറ്റിയെടുത്ത് ആണ് നമ്മൾ ഈ പൊടി വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ അത്രയും പണിതിട്ട് ഈ സാധനം നിന്ന് കഴിയുമ്പോൾ എന്തായാലും നമുക്ക് ആരോഗ്യം വെക്കും. അപ്പോൾ ഈ പനയുടെ വിശേഷങ്ങളാണ് നിങ്ങളോട് പറയാൻ പോണത്. കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ എല്ലാവരിലോട്ടും ഒന്ന് എത്തിച്ചേക്കണം. എല്ലാവരും കാണട്ടെ. അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ചൂണ്ടപ്പന, കൊടപ്പന, ഈ 2 കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ പൊതുവെ എല്ലാവരും പറയുന്നത് നമ്മൾ കൊടപ്പന മാത്രമേ കഴിക്കാറുള്ളൂ, ചൂണ്ടപ്പന കഴിക്കാറില്ലെന്ന് പറയാറുണ്ട്. പക്ഷേ യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പം സിമിലർ വീഡിയോസ് കിടപ്പുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം. ചൂണ്ടപ്പനയും ആൾക്കാർ ഇടിച്ച്, അത് നല്ലപോലെ മൂത്ത ചൂണ്ടപ്പനയും ഈ കള്ളി എത്തുന്ന പനയുണ്ടല്ലോ, അതും ഇടിച്ച് പൊടിയെടുത്ത് ഇതുപോലെ തന്നെ പന കുറുക്കി ഉണ്ടാക്കാറുണ്ട്. പനംപൊടിയാണ് ഇത് നിൽക്കുന്നത്. ഈ പനംപൊടി വെച്ച് നമുക്ക് അട ചുടാം, അല്ലെങ്കിൽ കുറുക്കാം ഒക്കെ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പന വെട്ടിച്ചാടിച്ച് ചെറിയ ഇതുപോലെ പീസുകളാക്കി, ഇനി ഇത് കൊണ്ടുപോയി മില്ലിൽ കൊണ്ടുപോയി ഇപ്പോൾ പൊടിച്ച് കിട്ടും. നമ്മൾ പറയുന്നത് നമ്മൾ മലവീട്ടിലാണ് ഇത് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം താഴോട്ട് ചുമത്തിട്ട് വേണം വണ്ടി കൊണ്ടുപോകാൻ. ഈ കൊടപ്പന നമുക്ക് ഇത് വെട്ടാറാകുന്ന എപ്പോഴാണ് നിങ്ങൾക്ക് അറിയണ്ടേ? അതായത് ഒരു കൊടപ്പനയുടെ ആയുസ്സിലെ ഏറ്റവും അവസാനത്തെ നിമിഷമേ അവൻ പൂവുണ്ടായി അതിൽ കാകളുണ്ടാവുള്ളൂ. ആ കായ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ കൊടപ്പന ഇരുന്ന് പോവും. മടലെല്ലാം ഇരുന്ന് ഇലയെല്ലാം കരിഞ്ഞ് അത് പോവും. പിന്നെ ആ കാകൾ ചാടി വേറെ പുതിയ തൈകളുണ്ടാവും ചെയ്യുന്നത്. ഇതെനിക്ക് തോന്നുന്നൊരു 19 കൊല്ലമെങ്കിലും പഴക്കമുള്ള പനയായിരിക്കും. അവറേജ് ഒരു 50 കൊല്ലം ഒന്ന് കൂട്ടാം. അപ്പോൾ ഇത് വെട്ടാറാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇതുണ്ടോ, ഇതുപോലൊരു
കൂമ്പ് വരും മുകളിൽ. പനയിൽ നമ്മുടെ പന ചെത്തുന്ന പന നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ആ പന പോലെയല്ല ഇത് കുടപ്പന, മറ്റേത് ചൂണ്ടപ്പന. ഈ കുടപ്പനയിൽ ഇതുപോലുള്ളൊരു കൂമ്പ് ഇതിൻ്റെ നേരെ സെൻറ്ററിൽ മുകളിലോട്ടായിട്ട് വരും. അത് കണ്ടു കഴിഞ്ഞാൽ ഈ സാധനം ഈ ഒരു പരുവമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ കൊലയുടെ ഒത്തിരി മുകളിലുമല്ല, ഏതാണ്ട് സെൻറ്റർ ഭാഗത്ത് പൊടി കൂടുതലുണ്ടാവും. ആ സമയത്താണ് നമ്മൾ പന വെട്ടേണ്ടത്. ഇനിയിപ്പോൾ ഇവൻ മുകളിലോട്ട് പോയി വിടരുവാന്ന് കരുതുക. അപ്പം വിടർന്നു കഴിഞ്ഞാൽ പൂ പോലെ വലിയൊരു പൂക്കൊല പോലെ പനയുടെ മുകളിൽ കാണാം. അന്നേരം പൊടി വീണ്ടും താഴോട്ട് കുറഞ്ഞ് വരും എന്നാണ് പറഞ്ഞത്. ഏറ്റവും നല്ല പൊടിയുള്ള സമയമാണ് ഈ ഒരു പരുവത്തിൽ ഇവൻ്റെ തലയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ. ഇതുണ്ടോ, പനയുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ്. ഇനി ഇവന് ഇത് വരില്ല, ഇല ഉണ്ടാകത്തില്ല. ഉണ്ടോ, ഇതവൻ്റെ ഓലയാണ്. ഓല ഇത്ര സൈസൊക്കെ വെക്കുള്ളൂ ഏറ്റവും അവസാന ഘട്ടമാകുമ്പോൾ. പിന്നെ ഇതെല്ലാം കൊഴിഞ്ഞ് കരിഞ്ഞ് അവസാനം പന നശിച്ചു പോകും. അതായത് ഈ പനയുടെ എന്നാ പറയുന്നത്, റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയം, അതല്ലെങ്കിൽ ഇവന് പുതിയ വിത്തുകൾ ഉണ്ടാകുന്ന സമയം, അത് പുള്ളിയുടെ ഏറ്റവും അവസാനത്തെ സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവൻ നശിച്ചു പോയിരുന്നു. അപ്പോൾ ഈ കായ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഇത് വെട്ടിയാൽ ഇതുപോലെ പൊടി കിട്ടും. പിന്നെ ഈ കായാണ് ഈ തോട്ടിൽ നഞ്ച് കലക്കാന്ന് കേട്ടില്ല. ഇത് കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പറിച്ച് തോട്ടിൽ വെള്ളത്തിൽ കലക്കി പണ്ട് ആൾക്കാർ മീൻ പിടിക്കുമായിരുന്നു. ഇപ്പോൾ അത് നിരോധിച്ചേക്കുന്നത്, തോട്ടിൽ വിഷം കലർത്തി നമുക്ക് മീൻ പിടിക്കാൻ പാടില്ല. ഇത് ഇടിച്ച് കിഴിയാക്കി തോട്ടിന് മുകളിൽ കൊണ്ട് കലക്കി കഴിഞ്ഞാൽ എന്നിട്ട് ഇവർ ഈ മീൻ പിടിക്കുന്നവർ താഴെ പോയി നിൽക്കും. അപ്പോൾ ഈ വിഷം കലർന്ന വെള്ളമായതുകൊണ്ട് താഴോട്ട് മീനുകളെല്ലാം ചത്ത് പൊങ്ങി വരുമ്പോൾ അവരെടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഇതുകൊണ്ട് മീനും പിടിക്കാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പം നടക്കില്ല. ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ പോലീസുകാരപ്പോൾ പിടിച്ചു ചോദിച്ചാൽ മതി. അപ്പം നെഞ്ചുകലക്ക് നടക്കത്തില്ല. ഇതുപോലെ പന കൊലച്ചുണ്ടെങ്കിൽ, കൊലക്കാറായതുണ്ടെങ്കിൽ നമുക്ക് വെട്ടിയാൽ പന കുറുക്കി തിന്നാം. അപ്പോൾ കുറുക്കുന്ന വീഡിയോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. പിന്നെ നമ്മളിപ്പോൾ ചുവന്ന് താഴോട്ട് വെച്ചു. പണ്ടത്തെ കാലത്തെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമായിരുന്നു മഴക്കാലത്തെ, പ്രത്യേകിച്ച് മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ പപ്പാടൊക്കെ ചെറുപ്പത്തിൽ അവർ പറഞ്ഞതാണ്, മഴക്കാലമായി കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതേ കാണുള്ളൂ. ഈ പന പിടിച്ചു നോക്കി അവർക്ക് തിന്നാൻ കിട്ടുകയുള്ളൂ. ചക്കയില്ല, കപ്പയില്ല, മൊത്തം പഞ്ഞവും ദാരിദ്ര്യമൊക്കെ ആയിരിക്കും. അന്നേരം എവിടെയെങ്കിലും ഇതുപോലെ പന വലച്ചുണ്ടെങ്കിൽ അവിടെ പോയി വെട്ടിച്ചടിക്കും. വെട്ടിച്ചടിച്ചിട്ട് അന്ന് പറഞ്ഞ് ഇതുപോലെ മെഷീൻ വാളൊന്നും അല്ലെന്ന് കൂട്ടണം, കോടാലിക്ക് തന്നെ വെട്ടിക്കിട്ടിട്ട് കോടാലിക്ക് തന്നെ കീറി പൊളന്നിട്ട് വല്ല തൂമ്പായിക്കോ കോടാലിക്കോ ഒക്കെ ഈ പനയുടെ അകത്തുള്ള ആ ചോറ് അത് തന്നെ വെട്ടിയെടുത്തിട്ട് അത് കൊണ്ടുപോയി കുഴിയിലിട്ട് ഇടിച്ച്, നമ്മുടെ ഉലക്കുണ്ടല്ലോ, ഉലക്ക് വെച്ച് ഇത് ഇടിക്കണം. അത് നല്ല പണിയാണ്. അത് മൊത്തം ഇടിച്ച് അതിൻ്റെ അകത്തുനിന്ന് ഈ നാരും ഈ പൊടിയും വെവ്വേറെ ആകും. പക്ഷെ അങ്ങനെ എടുക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഭയങ്കര കളറായിരിക്കും, നല്ല വൈറ്റ് കളറായിരിക്കും. ഇതിൻ്റെ കുറുക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലപോലെ ഒരു വൈറ്റ് ടോണോ അല്ലെങ്കിൽ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ ഇരിക്കും. ഇതിപ്പോൾ നമ്മുടെ തന്നെ കളർ ഇച്ചിരി കുറവായിരിക്കും, കാരണം ഇതിൻ്റെ നാരും പൊടിഞ്ഞ് ചേരുന്നുണ്ട്. ഇപ്പം നമുക്ക് എളുപ്പമുണ്ട്. മെഷീൻ വാളുണ്ടെങ്കിൽ മെഷീൻ വാളിന് കണ്ടിക്കുന്ന പൊടിയെടുക്കാം. ഇത് വെട്ടി പൊട്ടിച്ചിട്ട് ചെറിയ പീസുകളാക്കി നമ്മൾ നേരെ കൊണ്ടുപോയി മില്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പൊടിച്ച് തരും. എല്ലാ മില്ലും ചെയ്യത്തില്ല, ചില മില്ലുകളിൽ ഇവരിത് പൊടിച്ച് തരും. അപ്പോൾ പച്ചക്ക് തന്നെ നമ്മൾ അറിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ട് കൊടുക്കുക മില്ലിൽ. ഇന്നിപ്പോൾ ഇത്രയും പണിയുള്ളൂ. പിന്നെ ഈ മെഷീൻ വാളിൻ്റെ കാര്യം, മെഷീൻ വാളിൻ്റെ അകത്ത് നമ്മൾ ചൈനയിലിടുന്ന പാം ഓയിലാണ്, അതുകൊണ്ട് അത്ര ശല്യമില്ല. അതുകൊണ്ട് നമുക്ക് ആ പൊടി എടുക്കാം. ഇനി പാം ഓയിൽ അല്ലെങ്കിൽ ഒരിക്കലും ആ പൊടി എടുത്തേക്കല്ലേ, കാരണം ഈ ഓയിൽ ഒഴിക്കുമ്പോൾ ചൈനയിലോട്ട് ഓയിൽ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അത് തെറിച്ച് വീണ് കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുക്കാൻ കൊള്ളത്തില്ല. ഈ പാം ഓയിൽ വീണാൽ തന്നെ എന്നാ വെച്ചാൽ ഇത് തെളിഞ്ഞ് വരാൻ പാടായിരിക്കും. ഈ പൊടി നമ്മൾ ഈ കൂവയൊക്കെ അരച്ചെടുക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഇതിങ്ങനെ പൊടി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് കുറേ നാളിങ്ങനെ കഴുകി ഇതിൻ്റെ അകത്ത് ഊറും. ഒരു കോട്ടൺ തുണിയിലിട്ട് നല്ല ടൈറ്റായിട്ട് ഇഴയുള്ള തുണിക്കകത്തിട്ട് അരിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കട്ടൊക്കെ കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ പൊടിക്കകത്തുനിന്ന് ആ ഫൈബറെല്ലാം മാറിയിട്ട് ആ ചെറിയ പൗഡറാണ്, ആ പൗഡർ തന്നെ വെള്ളത്തിൽ ഊറി വരും. എന്നിട്ട് ആ പൗഡർ നമ്മൾ സെപ്പറേറ്റ് ഊറ്റിയെടുത്തിട്ടാണ്, ഇതൊരു 3-4 ദിവസം ഇങ്ങനെ ചെയ്യണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് കുറുക്കുന്നത്. പന വെച്ച് നമ്മൾ പന കുറുക്കാറുണ്ട്. പനക്കുറുക്കിന് കൂട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തി, അതേ ഉള്ളൂ. പണ്ടതല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ വേണമെങ്കിൽ വാഷിന് വേണമെങ്കിൽ പനക്കുറുക്കും ചിക്കൻ കറിയെന്നോ ചിക്കൻ 65 എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ ഈ പനയുടെ പൊടി ഇപ്പോൾ കടകളിൽ മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കിലോയ്ക്ക് 600 രൂപയോ മറ്റോ. എല്ലായിടത്തും കിട്ടത്തില്ല, നമ്മുടെ അടുത്തവിടെ കടയിൽ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. പഴയ ഭക്ഷണമാണ്. പഴയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്ത് ഇരിക്കുന്ന സമയത്ത്
നമ്മുടെ കാരണവന്മാർ കണ്ടുപിടിച്ച സാധനമാണ്. പന ഒരു മരം ഇടിച്ച് പിഴിഞ്ഞ് അത് കുറുക്കി തിന്നുക. അപ്പോൾ കൂട്ടുകാർ, നമ്മളിതിപ്പോൾ ഉണ്ടല്ലോ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരാഴ്ചയോളമായി. ഇതിങ്ങനെ ചെറുതായിട്ട് പീസാക്കി വെയിലത്തിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇതിഞ്ഞിയും ചെറുതാക്കിയാൽ മെല്ലി കൊണ്ട് പൊടിപ്പിക്കാം. കുറച്ച് നമ്മളല്ലാണ്ട് ഇവിടെ ഇടിച്ചു നോക്കി. ഇടിക്കാനായിട്ട് പണ്ടുള്ളവർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഉലക്ക വെച്ച് കുഴിയായിട്ട് ഇടിക്കുക ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കുഴിയുടെ മുകളിൽ വിറകടിക്കുക വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ടേ, അതുകൊണ്ട് ഇത് ഞാൻ വെറുതെ ഒരു പരീക്ഷണമാണ്. നമ്മുടെ അരകല്ലെ വെച്ചിട്ട് ചെറിയൊരു ചുറ്റേക്ക് പോയി ഇടിച്ചു നോക്കുക പൊടി ചാടുന്നുണ്ടോ. ഇന്നലെ ഞാൻ ഒരു പീസ് എടുത്ത് ഇടിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ നല്ല പൊടി ചാടുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് അങ്ങനെ കുറച്ച് ഇടിച്ച് പൊടിക്കാമെന്ന് കരുതി. അപ്പം മില്ലിൽ കൊണ്ട് പൊടിപ്പിക്കുമ്പോഴത്തേനും നമുക്ക് കുറച്ച് പൊടി ഇവിടെ തന്നെ ഇടിച്ചുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇടി തുടങ്ങാം. ഇതേപടി തിളച്ച വെള്ളത്തിലോട്ടിട്ട് കലക്കിയും എടുക്കുക ചെയ്യുന്നത്, കുറുക്കിയും എടുക്കുക ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് വേറെ ഉപ്പോ അങ്ങനെയുള്ള വേറൊരു കാര്യം ചേർക്കുന്നില്ല. അപ്പോൾ ഈ പാത്രത്തിൽ കാണുന്നതാണ് നമ്മൾ മുമ്പേ എടുത്തു വെച്ചിരുന്ന പൊടി.
അപ്പോൾ ഇതാണ് നമ്മുടെ പന കുറുക്കിയത്. ഇതിങ്ങനെ തണുത്ത് കഴിയുമ്പോൾ ഒരു ജെല്ല് പോലെ വരും. ജെല്ലല്ലെങ്കിൽ എന്നാ ഇതിന് പറയുന്നത്, ഇതുണ്ടോ, ഇതിങ്ങനെ നല്ല കട്ടയായിട്ട് വരും. ഇതുണ്ടോ, തണുക്കും തോറും ഈ കട്ടയായിട്ട് വരുന്നത് നല്ലപോലെ കയറി വരും. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പച്ച ചമ്മന്തി ഒഴിച്ച് കഴിക്കാം. തേങ്ങ വെറുതെ മുളകും കൂട്ടി അടിച്ച ചമ്മന്തിയാണ്. ഇതോ അല്ലെങ്കിൽ കൂണുകറിയോ ഒക്കെ കൂട്ടി കഴിക്കാമെന്നാണ് പറയുന്നത്. സ്പൂണ് പറ്റത്തില്ല, സ്പൂണ് കൊണ്ട് കഴിക്കൽ ഇച്ചിരി പാടാണ്. അതിലും നല്ലത് ഇതുപോലെ ഇങ്ങനെ കയ്യിലെടുക്കുക. അത്ര കേസുള്ളൂ. വായിലോട്ട് ചാവയ്ക്കാനും നിൽക്കണ്ട, വായിലോട്ടിടുക, വിഴുങ്ങുക, കണ്ണടച്ചാൽ മതി. ഇത് തിന്നാൻ ആരാ പറഞ്ഞേ? മമ്മി പറഞ്ഞ കാരണന്മാർ പറയുന്നത് നിങ്ങൾ ഈ സാധനം എടുത്ത് വായിലോട്ട് ഇടുക. ഇതിങ്ങനെ നല്ലപോലെ കുഴഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഇറക്കി വിടുക എന്ന് പറയുന്നത്. കണ്ണടച്ചാൽ മതി എന്ന്. സംഭവം കഴിക്കാനും രസമുണ്ട്. ഇതിന് വേറെ ടേസ്റ്റ് ഒന്നുമില്ല പ്രത്യേകിച്ച്. നമ്മൾ ഒഴിക്കുന്ന കറി തന്നെയാണോ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കഴിച്ചതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് മമ്മി പറഞ്ഞു തരിക. നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് വേണം മുറിച്ചെടുക്കാമെന്ന്. ഇങ്ങനെ സൈഡിൽ നിന്നൊരു പീസ് മുറിച്ചെടുത്തിട്ട് നടുക്കത്തെ ചമ്മന്തിക്കകത്ത് മുക്കി കഴിക്കാൻ വേണ്ടെന്ന്. അപ്പോൾ പന കുറിക്കതൊക്കെ എല്ലാവരും കണ്ടല്ലോ. ആ സംഭവം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം, എല്ലാവരിലോട്ടും വീഡിയോ ഒക്കെ എത്തിക്കണം പറഞ്ഞ പോലെ. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ സംഭവത്തിന് എന്താ പേരെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞേക്കണം. കാരണം ഇത് ഒരു തലമുറയിൽപ്പെട്ട കുറേ ആളുകൾക്ക് ഒരു നൊസ്റ്റാൾജി ആയിരിക്കും, അവരുടെ ചെറുപ്പകാലത്ത് കഴിച്ചിട്ടുള്ളതും. എന്നാൽ ഇപ്പം നമുക്ക് കിട്ടാത്തതായിട്ടുള്ളൊരു ഭക്ഷണമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ സാധനം കിട്ടുന്നുണ്ട് കേട്ടോ. കിലോയ്ക്ക് ഈ പറഞ്ഞ രീതിയിൽ പൈസ കൊടുത്ത് നമുക്ക് വാങ്ങിക്കാം. എന്നാലും നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം വളരെ വലുതാണ്. പിന്നെ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുമ്പോഴും പണിയുണ്ടെന്ന് തോന്നിയാലും നമുക്ക് മെഷീൻ വാളുണ്ട്, കണ്ടിക്കാൻ കൊണ്ടുപോകാൻ വണ്ടികളുണ്ട്, പൊടിക്കാനാണ് മില്ലുണ്ട്, ഇടിക്കുക പോലും വേണ്ട. നമ്മളത് ഉണങ്ങി അല്ലെങ്കിൽ പച്ചക്കൊക്കെ പൊടിച്ച് തരുന്ന മില്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗകര്യങ്ങളൊന്നുമില്ല. കൈകൊണ്ട് തന്നെ മാനുവലാണ് എല്ലാം ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ കൂലി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പന അരിയാൻ പോകാമെന്ന് പറയുന്നത്, ഇവിടെ അരിച്ചിൽ അല്ലെങ്കിൽ ഒരു വട്ടത്തിലുള്ളൊരു പീസ് മുറിക്കുന്നതിന് അരിച്ചിൽ എന്നൊക്കെ പറയുന്നത്. അപ്പം ഒരു പന, ഇപ്പം എൻ്റെ പറമ്പിൽ പനയുണ്ടെങ്കിൽ അത് അരിയാൻ വരുന്ന ചേട്ടൻ്റെ കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അരിച്ചിൽ അവരരിഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം എനിക്കും 1 എണ്ണം അരിയുന്ന ആൾക്കും. അങ്ങനെയൊക്കെ പഴയ കൂലികളൊക്കെ പറഞ്ഞു കേട്ടേക്കുന്നത്. ഇപ്പോൾ നിമിഷയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരേ ഏജ് ആണെങ്കിൽ പോലും നിമിഷ ഈ സാധനം കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇത് എങ്ങനെ സംഭവം എന്നുള്ളത് അറിയുന്നത്. കേട്ടിട്ട് പോലും ഈ സാധനം കഴിക്കാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ തലമുറയിൽപ്പെട്ട ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയത്തില്ലാത്തൊരു സംഭവമായിരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു പോലും. അതുള്ളൂ കൂട്ടുകാരെ. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്. അതുവരെ ടാറ്റാ. ഫോട്ടോ എടുക്കട്ടെ, നോക്കിക്കേ. സ്മൈൽ. ഇവിടെ നാണോ? സ്മൈൽ. ഏതെങ്കിലും ക്ലിക്ക് കിട്ടിയാൽ മതി. ചിരിച്ചല്ലോ. ആ അപ്പോ ആയിക്കോട്ടെ. അപ്പിക്കോട്ടാ വല്ലതും പറയാനുണ്ടോ? അയ്യോ.